ഈ ഹിന്ദിയിലെ കോൻസ കോൻസി കോൻസെ എപ്പോഴാ പറയേണ്ടത്? എന്താണ് തമ്മിലുള്ള വ്യത്യാസം? മനുഷ്യർക്കായി പറയാൻ പറ്റുമോ? എന്തിനൊക്കെ വേണ്ടിയാണ് കൂടുതലായിട്ട് ഈ വാക്കുകൾ ഉപയോഗിച്ചു വരുന്നത്? അറിയാൻ താല്പര്യമുള്ളവർ അറിയാനായിട്ട് പോവുകയാണ്. ഭാഷ പലപ്പോഴും നാം തെറ്റിച്ച് സംസാരിക്കുന്നത് തെറ്റ് ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഭാഷയുടെ അറിവ് നൽകുന്നതിൽ വിദ്യാഭ്യാസത്തിന് വലിയൊരു പങ്കാണ് ഉള്ളത്. അത് വെറും സബ്ജക്റ്റിനെ കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല, അതോടൊപ്പം ഭാഷയെക്കുറിച്ചുള്ള അറിവും നമുക്ക് നൽകുന്നു. അല്ലാതെ നാം കേട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ശരിയായിട്ടല്ലായിരിക്കാം നാം പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. നല്ല ബുക്കുകൾ, നല്ല വീഡിയോസ് ഒക്കെയും നമ്മുടെ ഭാഷ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. അപ്പോൾ തെറ്റിച്ചു പറയുന്നവരെ കുറ്റപ്പെടുത്താതെ നമുക്ക് കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ശ്രമിക്കാം. ഒന്നിൽ കൂടുതൽ സാധനങ്ങളായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ജോലിയായിരിക്കാം, കാര്യമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളറുകളായിരിക്കാം. അപ്പോൾ ഓപ്ഷൻസ് ഉള്ളപ്പോൾ അതിലൊരു സെലക്ഷൻ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ ചിലപ്പോൾ നാം നമ്മോട് തന്നെയോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ചോദിക്കുന്നു, ഏത് തിരഞ്ഞെടുക്കണം? അതിന് കോൻസ കോൻസി കോൻസെ ഇതിലേതെങ്കിലും ഒന്ന് ഉചിതമായ വിധത്തിൽ സന്ദർഭത്തിനനുസരിച്ച് ചേർത്ത് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇത് തമ്മിലുള്ളതായ വ്യത്യാസം അറിഞ്ഞിരിക്കുന്നാൽ നമുക്ക് വലിയ തെറ്റ് കൂടാതെ തന്നെ ആശയവിനിമയം നടത്തുവാനായിട്ട് സാധിക്കും. എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും ആശയവിനിമയം നടത്തുന്നതിൽ ഉപരിയായിട്ട് കുറച്ചുകൂടെ മെച്ചമായ രീതിയിൽ നാം ആശയവിനിമയം നടത്തുന്നത് നമുക്കെല്ലാ വിധത്തിലും അത് ഗുണമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലതായ ഒരു അവസരം, ഒരു സാധനം, ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു കളർ ഒക്കെ തിരഞ്ഞെടുക്കാൻ അതിന് മുൻപായിട്ട് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഏത് വേണം, ഏത് തിരഞ്ഞെടുക്കണം? അപ്പോൾ ഈ വാക്ക് ഉപയോഗിക്കാം. കോൻസ ലേനാഹെ, ഏതെടുക്കണം, ഏതാ എടുക്കേണ്ടത്? അപ്പോൾ പുല്ലിംഗ, സ്ത്രീലിംഗ, ബഹുവചന, ഏകവചന വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഈ വാക്കുകൾക്ക് മാറ്റമുണ്ടാകാം. സാധനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആഹാര സാധനങ്ങളായിരിക്കാം. ഇപ്പോൾ ചോറാണോ റൊട്ടിയാണോ? കോൻസ ഖായേഗ, ചാവൽ യാ റൊട്ടി? ചപ്പാത്തിയാണോ ചോറാണോ കഴിക്കുന്നതെന്ന് ചോദിക്കാൻ കോൻസ. അപ്പോൾ കഴിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വാക്കിനോട് കൂടെ നമ്മുടെ ഇഷ്ടത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ പസന്ത് എന്ന വാക്ക് ചേർത്ത് ചോദിക്കാം. കോൻസ പസന്ത്, കോൻസി പസന്ത്, കോൻസെ പസന്ത്. പസന്ത് ഇഷ്ടപ്പെടുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. മഴവില്ലിൽ ഏത് കളറാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? പല കളറുകളുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ കോൻസ. മഴവില്ലിൽ മാത്രമല്ല, കളറിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഏത് കളറാണ് ഇഷ്ടം എന്നറിയാൻ വേണ്ടി കോൻസ കളർ, കോൻസി കളർ, കോൻസെ കളർ ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. കളറ് സ്ത്രീലിംഗത്തിലാണോ, പുല്ലിംഗത്തിലാണോ, ബഹുവചനമാണോ, ഏകവചനമാണോ? ഇതൊക്കെ മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അറിഞ്ഞിരിക്കുമ്പോൾ അത് ശരിയായിട്ട് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഇതിനുള്ള മുൻപുള്ള വീഡിയോയിലും ആ വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ദീർഘമായി അതേക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ആഹാര സാധനങ്ങളെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, കളറുകളെക്കുറിച്ച്, സാധനങ്ങളെക്കുറിച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഇതാണ് നല്ലത് അല്ലെങ്കിൽ ഇതാണ് കൂടുതൽ നല്ലത്, ബെറ്റർ അല്ലെങ്കിൽ ദ ബെസ്റ്റ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒന്നിൽ കൂടുതലുള്ള സാധനങ്ങളിൽ നിന്നോ കളറുകളിൽ നിന്നോ ബന്ധങ്ങളിൽ നിന്നോ സെലക്ട് ചെയ്യുമ്പോൾ അതിനു മുൻപുണ്ടാകുന്ന ഒരു ചോദ്യമായിരിക്കാം, ഏത്? അത് വസ്തുക്കളാകാം, കാര്യങ്ങളാകാം, ജോലികളാകാം. ഏതാണ് എനിക്ക് ഗുണമായിരിക്കുന്നത്, മറ്റുള്ളവർക്ക് ദോഷമാകാത്തത് ഏതാണ്? ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാൻ ഈ ചോദ്യം സഹായിച്ചേക്കാം.